2 കഷ്ണം ഇഞ്ചിയുണ്ട്, 2 കാന്താരി മുളകുണ്ട്. ഇത് ഒരു എക്സ്പ്രഷൻ അല്ലാതെ നിങ്ങൾ രണ്ടാളും കഴിക്കണം. റെഡി? സ്റ്റാർട്ട് ചെയ്യല്ലേ? സ്റ്റാർട്ട് ചെയ്യ. റിയാക്ഷൻ നമ്മളെ ചിരിക്കാൻ പോലും പാടില്ല. ഗൈസ്, ഇന്ന് നമ്മളൊരു ചലഞ്ച് വീഡിയോ ചെയ്യാൻ പോകണം. ഞാനിപ്പോൾ അധികം കൂടുതലായിട്ട് ഷോർട്ട് വീഡിയോ ആണ് എപ്പോഴും ചെയ്യാറുള്ളത്. അപ്പോൾ ഇവർ ഈ ഷോർട്ട് വീഡിയോ തുടങ്ങിയ സമയം മുതൽ എൻ്റെ അടുത്ത് പറയണം നമുക്ക് ചലഞ്ച് വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാരണം ചലഞ്ച് വീഡിയോസ് ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ചലഞ്ച് വീഡിയോ. അപ്പോൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ കുറേ ദിവസം ഇങ്ങനെ തള്ളി നീക്കി. അപ്പോൾ ഇന്നിപ്പോൾ ഒരു പിടിച്ച വാശിയാണ്. കാരണം ഇപ്പോൾ ഇത് വൈകുന്നേരം സമയം നമ്മൾ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ വീഡിയോ എടുക്കണം, ഷോർട്ട് വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഇവർ പറഞ്ഞു ഞങ്ങളൊന്ന് ഷോർട്ട് വീഡിയോയ്ക്ക് വരുന്നില്ല, നമ്മളിന്ന് നിർബന്ധമായിട്ടും ഒരു ചലഞ്ച് വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നിൽക്കണം. അപ്പോൾ ഇവർ യൂട്യൂബിൽ കുറേ വീഡിയോ കണ്ടിട്ട് അതിൽ നല്ല ഫുഡും കോഴി പൊരിച്ചൊക്കെ തിന്നു കണ്ടിട്ട് അതേപോലെ ആയിരിക്കും ചലഞ്ച് വീഡിയോ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഞാനിന്ന് ചെറിയൊരു ചലഞ്ച് വീഡിയോ നമ്മളൊരു ഇത് മേടിച്ചിട്ടുണ്ട്. എന്താ? ഡയറി മിൽക്ക് ക്രിസ്പല്ലോ. എത്ര രൂപേന്? എത്ര രൂപയാണ്? 45 രൂപയുടെ ഒരു ക്രിസ്പല്ലോ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കുന്നതിന് മുമ്പ് ജയിച്ചാൽ ഇത് കിട്ടും. അപ്പോൾ ചാലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോറ്റ ഒന്നും കിട്ടില്ല, ജയിച്ചാലല്ലേ സമ്മാനം കിട്ടുള്ളൂ. ശരി, 5 റുപ്യൻ്റെ ചെറുത്. ജയിച്ചാൽ ഇത്. ഓക്കെ, നാളെ വേറെ വലുത്. വലുത് 40 അല്ല, സിൽക്കിന് 100 രൂപയാണ്. 40 സിൽക്കൊന്നുമില്ല. ശരി, ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു എക്സ്പ്രഷൻ ചലഞ്ചാണ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് ഭയങ്കര പുളിയുള്ളതോ എരിവുള്ള എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് വന്നിട്ട് നമ്മളത് ഇവർക്ക് എക്സ്പ്രഷൻ ഇല്ലാതെ കഴിക്കും. ഇഞ്ചിയാ? ഇഞ്ചി ഉണ്ടോ? ആര്? ശരി, ഓക്കെ. അപ്പം ഇഞ്ചി എടുത്തിട്ട് നമ്മളൊന്ന് ചലഞ്ച് കൂടി ചെയ്യാൻ പോകും. ഓക്കെ, ചലഞ്ച് ഒരു റിഹേഴ്സലാണ് ഇന്ന്. അതായത് ഇന്ന് ഈ ചലഞ്ച് ഇവർ സക്സസ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് ചലഞ്ച് വീഡിയോ ഇനി നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നൊരു റിഹേഴ്സലാണ്. നമ്മളിന്ന് എന്തത് ഇഞ്ചിയാണ്. ഓക്കെ, 2 കഷ്ണം ഇഞ്ചിയുണ്ട്, 2 കാന്താരി മുളകുണ്ട്. ഇത് ഒരു എക്സ്പ്രഷൻ അല്ലാതെ നിങ്ങൾ രണ്ടാളും കഴിക്കണം. ഓക്കെ, എന്നിട്ട് വിന്നർ ആരായാലും ശരി ഈ ക്രിസ്പല്ലോ നിങ്ങൾക്ക് സ്വന്തം. ഓക്കെ, ചാലഞ്ച് ഡ്രോ ഒന്നും ആവില്ല. എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലായോ? ഇവ എക്സ്പ്രഷൻ പറഞ്ഞാൽ എങ്ങനെയാ സംഭവം ഒന്നും മനസ്സിലായോ? ഒരു മൊത്തം ഉണ്ടാവും. എന്ത് അങ്ങനെ തിന്നുമ്പോ അതാണ് മൊത്തം മനസ്സിലായോ? എക്സ്പ്രഷൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് കഴിക്കുന്നത് അറിയാം? എന്തൊക്കെയാ കഴിക്കുന്ന പറ. ഇഞ്ചി, കാന്താരി. ഓക്കെ, ഇത് രണ്ടും എരിവ് തന്നെയാണ്. ഓക്കെ, ആദ്യം ഏതാ കഴിക്കണേ? ഇഞ്ചി. റെഡി? സ്റ്റാർട്ട് ചെയ്യല്ലേ? സ്റ്റാർട്ട് ചെയ്യ. റിയാക്ഷൻ നമ്മളെ ചിരിക്കാൻ പോലും പാടില്ല. ഓക്കെ, കണ്ടീഷൻ. ഇത് സക്സസ് ആയാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ പറഞ്ഞ ചാലഞ്ച് വീഡിയോ ഞാൻ ചെയ്യാം. ഇന്ന് നിങ്ങൾക്ക് റിഹേഴ്സലാണ്. ഓക്കെ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഷോർട്ട് വീഡിയോ നമുക്ക് എടുക്കണം. ഓക്കെ, ഓക്കെ, എടുത്തോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തു. ചിരി ഒന്നും ഉണ്ടാകാൻ പാടില്ല, സീരിയസ് ആയിട്ട് കഴിക്കണം. ഒരു റിയാക്ഷൻ ഉണ്ടാകാൻ പാടില്ല. ഓക്കെ. 2 ഇഞ്ചിന്റെ പീസും കഴിക്കണം. അല്ല വേണ്ട, ഒരൊറ്റ ഇഞ്ചിന്റെ പീസ് കഴിച്ചാൽ തന്നെ മതി. ഓക്കെ, പിന്നെ ഒരു കാന്താരിന്റെ പീസും കഴിക്കണം. ഓക്കെ, റെഡി അല്ലേ? റിയാക്ഷൻ ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, റെഡി, സ്റ്റാർട്ട്. ഇഞ്ചി തന്നെ അല്ലേ? അത് നീ ഒന്ന് എടുത്ത് വായിലിട്ടോ. കഴിഞ്ഞോ? നീ കഴിഞ്ഞോ? അടുത്തതാണ് മെയിൻ സാധനം. ഓക്കെ, കാന്താരി മുളക് എടുക്കല്ലേ? റെഡി അല്ലേ? ഓക്കെ, വേന്തിരിക്കും. അവർ രണ്ടാളും ഇഞ്ചി സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞു.
പക്ഷെ അടുത്തത് കുറച്ച് ടാസ്ക് ആയിരിക്കും. കാന്താരി മുളക് എടുക്ക് ഇത് റെഡിയല്ലേ? ഒരു റിയാക്ഷൻ ഉണ്ടാകാൻ പാടില്ല. പ്രൈസ് വേണം നോക്കുക. ക്രിസ്പല്ലോ. ഓക്കെ, സ്റ്റാർട്ട്. ചലഞ്ചിന്റെ പൂതി ഞാൻ കാണിച്ചു. തിന്ന് വായിലിട്ട് കടിച്ച് തിന്നണോ? കഴിക്കണം. റിയാക്ഷൻ? നോ റിയാക്ഷൻ. നിങ്ങൾ തീരുമാനിച്ചിറങ്ങിക്കല്ലേ? ഒരു റിയാക്ഷനും ഇല്ല? അയ്യോ, അപ്പൊ നിങ്ങൾക്ക് രണ്ടാൾക്കും കൂടെ അത് തരേണ്ടി വരുമല്ലോ ഞാന്. അപ്പൊ നാളെ നമ്മൾ അപ്പൊ ഇനി ചാലഞ്ച് കൂടെ വീണ്ടും ചെയ്യണം എന്നാണ് പറയണത്. അപ്പൊ കുറച്ച് കട്ടിക്കുള്ള സാധനം എടുത്താൽ മതിയായിരുന്നു അല്ലേ? ശരി, കുഴപ്പമില്ല. ഇത് 2 പേർക്കും വിന്നർ. ഓക്കെ, പകുതി കഴിച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാനൊരു ടെസ്റ്റ് ചെയ്തതാണ് നിങ്ങൾക്ക് ചാലഞ്ച് വീഡിയോ ചെയ്യാൻ കഴിയുമെന്ന്. നിങ്ങൾ ഒരുങ്ങി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നാളെ മുതൽ നല്ല ടാസ്ക് ആയിട്ടുള്ള ചാലഞ്ച് വീഡിയോ ഞാൻ പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് തരും. ഓക്കെ, എന്ത് കാന്താരി അല്ല, അതിൻ്റെ അപ്പുറം ഞാൻ ഓർത്തൊരു ഇഞ്ചിനെ നിങ്ങളെ കൊണ്ട് കഴിക്കാൻ കഴിയില്ല. പക്ഷേ നിങ്ങൾ സക്സസ് ആക്കിയിരിക്കുന്നു. അതുകൊണ്ട് നെക്സ്റ്റ് കുറച്ച് ടാസ്ക് ആയിരിക്കും കേട്ടോ. അടുത്ത കളിയൊക്കെ ചാലഞ്ച് വീഡിയോ ചെറിയ റിഹേഴ്സൽ നോക്കിയാൽ ഇവരെ കൊണ്ട് പറ്റുമെന്ന്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരുങ്ങി ഇറങ്ങിയിരിക്കുന്നതാണ്. ഇപ്പോൾ അവർക്ക് രണ്ടുപേർക്ക് റിയാക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സമ്മാനം കൊടുത്തതിന് ശേഷം എരിവലിയും മറ്റൊക്കെയാണ്. അതിലും കുഴപ്പമില്ല. അടുത്തത് നമ്മൾ നല്ല ഒരു ബിഗ് ടാസ്ക് ആയിട്ട് നമുക്കൊരു ശരിക്കുള്ളൊരു ചലഞ്ച് വീഡിയോ ചെയ്യണമെന്നുണ്ട്. അത് നമുക്ക് ഇവരെങ്ങനെ സക്സസ്ഫുൾ ആക്കും എന്നുള്ളത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് നല്ല ചാലഞ്ചിങ് ചെയ്യാൻ റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ ചാലഞ്ച് വീഡിയോ ചെയ്താൽ മാത്രമുള്ള ഒരു ഷോർട്ട് വീഡിയോ എടുക്കുക എന്നുള്ളൊരു കരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ചാലഞ്ച് വീഡിയോ ചെയ്തത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.